കണ്ടാൽ തന്നെ കൗതുകം തോന്നുന്ന നിലത്ത് തന്നെ നിറച്ച് കായ്ച്ചിരിക്കുന്ന ഒരു തെങ്ങ് കണ്ടാലോ. ഇത് ഗംഗാ ബോണ്ട എന്ന് പറയുന്നത്. വിദേശ ഇനം പഴവർഗ്ഗമായ ഡ്രാഗൺ ഫ്രൂട്ട് ഇന്ന് കേരളത്തിൽ കൃഷി ചെയ്യുന്നവർ ഏറെയാണ്. ഒട്ടേറെ ഔഷധ ഗുണങ്ങളും പ്രത്യേകതകളും നിറഞ്ഞതാണ് ഡ്രാഗൺ ഫ്രൂട്ട്. ഫൈബറിന്റെ കണ്ടന്റ്, ആന്റി ഓക്സൈഡ് കൂടുതലുള്ള ഒരു ഫ്രൂട്ട്സ് ആണ്. 1.5 വർഷം കഴിയുമ്പോഴേ തന്നെ സാധാരണ ഇത് ഫ്ലവറിങ് ചെയ്തു തുടങ്ങാറുണ്ട്. ഒരടി പൊക്കത്തിലാവുമ്പോ തന്നെ നിറയെ കായ്ക്കുന്ന ഒരു ബംഗാളി വെറൈറ്റി മാവിനെ കണ്ടാലോ. 1-1.5 അടി ഹൈറ്റ് ആയപ്പോഴേ തന്നെ ഇത് കായ്ച്ചു തുടങ്ങി. ഇത് വെറും ഒരു ഫാം ഹൗസ് അല്ല, ഫാം ടൂറിസവും കൂടി ലക്ഷ്യമിട്ടാണ് ഇവിടെ കൃഷിയിടങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. വ്യത്യസ്തമായ കൃഷി രീതികളെ പറ്റി അറിയാനും പഠിക്കാനും താല്പര്യമുള്ളവർക്ക് ഇവിടേക്ക് വരാം. നമസ്കാരം. നാട്ടുവരമ്പിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് വ്യത്യസ്തമായ കൃഷി കാഴ്ചകളിലേക്കും അനുഭവങ്ങളിലേക്കുമാണ്. നമ്മൾ ഇന്നുള്ളത് തിരുവനന്തപുരം ജില്ലയിലെ BK ഫാം ഹൗസിലാണ്. നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കണ്ടാലോ. BK ഫാം ഹൗസിന്റെ സാരഥിയായ ബിനീവ് ചേട്ടനാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. ഈ വ്യത്യസ്തമായ കൃഷിയിടത്തിന്റെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. നമസ്തേ ചേട്ടാ. എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഫാം ടൂറിസം കോൺസെപ്റ്റിലേക്കൊക്കെ ചേട്ടൻ വന്നത്? ടൂറിസം കോൺസെപ്റ്റിലേക്ക് വരുന്നതെന്ന് വെച്ചാൽ ഞങ്ങളുടെ കുടുംബം എന്ന് പറയാൻ പാരമ്പര്യമായിട്ട് അച്ഛൻ സർക്കാർ സർവീസിലായിരുന്നെങ്കിലും ഫുൾ ടൈം കൃഷിയുടെ ഇതിലുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഇത് പാരമ്പര്യമായിട്ട് കിട്ടിയ സ്വത്താണ്. ഇത് ഈ ഭൂമി എന്ന് വെച്ചാൽ അച്ഛൻ എനിക്ക് കുടുംബ ഷെയറായിട്ട് കിട്ടിയതാണ്. അപ്പോൾ ഇവിടെ നേരത്തെ റബ്ബറായിരുന്നു ഇവിടെ കൃഷി ചെയ്തിരുന്നത്. ഞാനും സർക്കാർ സർവീസിലായിരുന്നു. 2024 റിട്ടയർമെൻ്റ് ആയി. റിട്ടയർമെൻറ്റിന് ശേഷമാണ് ഞാൻ റബ്ബർ കൃഷി അവസാനിപ്പിച്ചിട്ട് റബ്ബർ മുറിച്ച് മാറ്റിയതിന് ശേഷമാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ടും ഈ റംബുട്ടാൻ ഇങ്ങനെ എക്സോട്ടിക് ഫ്രൂട്ട് മാറ്റിയത്. അതിനോടൊപ്പം തന്നെ ഒരു ഫാം ഹൗസ് കൂടെ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും വന്ന് പഠിക്കാം, ഇവിടെ തന്നെ താമസിക്കാം. അല്ലാതെ ഈ ഒത്തുചേരലിന് കുടുംബമായിട്ടും കൂട്ടുകാർക്കും ഒക്കെ ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു അന്തരീക്ഷത്തിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇവിടെ വരുന്ന ഇതുപോലെ എക്സ്പീരിയൻസ് ചെയ്യാൻ വരുന്നവർക്ക് എന്തൊക്കെ അനുഭവങ്ങളാണ് ഇവിടെ ചെയ്യാൻ പറ്റുന്നത്? അതായത് അവർക്ക് തന്നെ കൃഷി ചെയ്യാൻ പറ്റുമോ? കൃഷിയെ കുറിച്ച് പഠിക്കാനും കൃഷി ചെയ്യുന്ന രീതി കാണാനും എല്ലാവർക്കും ഒരു അനുഭവം ഇവിടെ നിന്ന് കിട്ടും. വിദേശ ഇനം പഴവർഗ്ഗമായ ഡ്രാഗൺ ഫ്രൂട്ട് ഇന്ന് കേരളത്തിൽ കൃഷി ചെയ്യുന്നവർ ഏറെയാണ്. BK ഫാം ഹൗസിലെ പ്രധാന കൃഷിയും ഡ്രാഗൺ ഫ്രൂട്ടാണ്. ചേട്ടാ, ഇതാണ് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിത്തോട്ടം. അപ്പം ഡ്രാഗൺ ഫ്രൂട്ട് തന്നെ ചൂസ് ചെയ്യാൻ കാരണം എന്താണ്? ഡ്രാഗൺ ഫ്രൂട്ട് ഇപ്പോൾ അടുത്ത കാലങ്ങളിൽ ട്രെൻഡിങ് ആയിക്കൊണ്ട് ഇരിക്കുന്ന ഒരു ഫ്രൂട്ട്സ് എന്നുള്ള ഇതിൽ യൂട്യൂബിലും മറ്റേ ഇതിലൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ കണ്ടു. അങ്ങനെ ഇതിലേക്ക് ഒരു കൗതുകം തോന്നി ഇതിലേക്ക് ഇങ്ങനെ ഈ കൃഷിയിലേക്ക് വന്നു. അപ്പോൾ ഇതിന്റെ സ്റ്റാർട്ടിങ് എങ്ങനെയായിരുന്നു? ഞാൻ ആദ്യം ചെയ്ത് വീട്ടിൽ ഒരു 25 മൂട് ഞാൻ വീട്ടിൽ ചെയ്തു. ഇതെങ്ങനെയാണെന്ന് പഠിക്കാൻ വേണ്ടി. അപ്പോഴേക്കും അത് ചെയ്തപ്പോഴേ അത് സക്സസ് ആയിരുന്നു. തുടർന്നാണ് ഞാനത് ഒരു ലാർജ് സ്കെയിലിലേക്ക്. ഇതിന്റെ ഒരു പീരീഡ് എത്രയാണ് ഒരു ഡ്രാഗൺ ഫ്രൂട്ടിന്റെ? ഇത് നമ്മൾ നട്ട് ഏകദേശം ഒരു 1-1.5 വർഷത്തിനാണ് നമുക്ക് അതിന്റെ ഈൽഡ് കിട്ടി തുടങ്ങും. പക്ഷെ ഒരു ലൈഫ് ഉണ്ടാവുമല്ലോ ഡ്രാഗൺ ഫ്രൂട്ട് ചെടിക്ക് ലൈഫ് ഒരു 15-20 വർഷമൊക്കെ ഇങ്ങനെ പല രീതി പറയുന്നുണ്ട്. ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി നമുക്കിപ്പോൾ വീട്ടിൽ തുടങ്ങാനായിട്ടാണെങ്കിൽ നമ്മൾ എവിടെ നമുക്ക് തൈ ലഭിക്കും? നമുക്കത് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? തൈ ഇന്നിപ്പം ഒരുപാട് മുന്നേയൊക്കെ തൈ കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇന്ന് തൈക്ക് ഒരുപാട് സോഴ്സ് ഉണ്ട്. തൈക്ക് വേറെ ഒന്നുമില്ല, നമ്മുടെ ഈ കാണുന്ന ഈ സ്റ്റമ്പ് തന്നെ ഇത് കട്ട് ചെയ്ത് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്.
ഇതിനെ കട്ട് ചെയ്ത് നമ്മൾ മണ്ണിൽ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 1 മാസം കൊണ്ട് വേര് പിടിച്ചു വരും. അപ്പോൾ ആ സമയത്ത് നമ്മൾ കൊടുക്കേണ്ട പ്രോപ്പർ കെയറും കാര്യങ്ങളും എന്താണ്? അത്യാവശ്യം നന ഇത് തൈ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഇതിനെ മണ്ണിൽ നമ്മൾ വെച്ചിട്ട് അത്യാവശ്യം നന കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പോഴേക്കും വേര് വരും. വേര് വന്നതിന് ശേഷം മുളച്ച് കഴിഞ്ഞാൽ ഇതേപോലെ നമ്മളൊരു കോൺക്രീറ്റ് പോസ്റ്റ് ചെയ്യുക. പോസ്റ്റ് ചെയ്ത് നിർത്തിയതിന് ശേഷം ഈ തൈ നമ്മൾ ഈ വെച്ചേക്കുന്ന നഴ്സറിയിൽ നിന്ന് ഈ തൈ മാറ്റി ഇതിൻ്റെ ചുവട്ടി വെക്കണം. ഒരു 5-6 മാസം കൊണ്ടേക്ക് ഇത് മേളിലെത്തും. ഇത് നമ്മൾ എന്തൊക്കെ ഫെർട്ടിലൈസേഴ്സ് കൊടുക്കണം? നമ്മൾ ഫംഗിസൈഡ് അത്യാവശ്യം കുറേ ഫംഗിസൈഡുകൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഇതിന് വ്യാപകമായിട്ട് വരുന്ന ഒരു ഫംഗസ് രോഗം വരുന്നുണ്ട്. അത് വന്ന് തണ്ട് നശിക്കുന്നുണ്ട്, കായ് നശിക്കുന്നു. അതിന് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒത്തിരി മെഡിസിൻ നമ്മൾ ഉപയോഗിച്ച് നോക്കി, പക്ഷെ ഒന്നും സക്സസ് ആവുന്നില്ല. നമ്മളെ ഈ ഒരു കാർഷികോളയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നോക്കി. അപ്പോൾ അവർക്കും ഇതിൻ്റെ ഒരു ശരിക്കുള്ള ഒരു റെമഡി എന്തെന്ന് പറഞ്ഞു തരാൻ അവർക്കും പറ്റുന്നില്ല. നമ്മൾ തൂണുകളിൽ വെക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഇങ്ങനത്തെ തൂണുകളിലാണോ ഇരുമ്പ് തൂണുകളിലാണോ എങ്ങനെ നമ്മൾ വെക്കണ്ടേ? അല്ല, ഇത് ഇങ്ങനെ ഈ കോൺക്രീറ്റ് തൂണിനാകുമ്പോൾ അതിൻ്റെ വേര് ഇത് കാരണം ഇത് വേര് പിടിക്കും. ഇരുമ്പിലാണെങ്കിൽ ഇതുപോലെ വേര് പിടിക്കത്തില്ല. ഇത് ഒരു പന്നൽ ചെടി പോലെ പറ്റി പിടിച്ച് വളരുന്ന ഇതാണ്. അതുപോലെ പിന്നെ ഈ ടയർ വെച്ച് കൊടുക്കുന്നത്, ടയർ ഇങ്ങനെ ഈ സ്പ്രെഡ് ചെയ്ത് 4 സൈഡ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് വരാൻ വേണ്ടി. കാരണം ഇത് മേളിലോട്ട് പോകത്തില്ല, താഴോട്ട് വരുന്നത്. താഴോട്ട് വരുന്ന ഈ ഇതിലാണ് നമുക്ക് ഫ്രൂട്ട് ഉണ്ടാകുന്നത്, തണ്ടിലാണ്. പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് പൂവാകുന്നതും കായാകുന്നതും ഒറ്റ ദിവസമായിരിക്കും. ഒറ്റ ദിവസം എന്ന് വെച്ചാൽ ഇന്ന് പൂക്കുന്നതായിരിക്കും. ഇന്നിപ്പോൾ കേരളത്തിലുള്ള എല്ലാ ഡ്രാഗൺ ഫ്രൂട്ട് പ്ലാന്റിലും ഈ ഒരു ദിവസമായിരിക്കും ഇന്ന് പൂത്തിട്ടുള്ളത്. മറ്റുള്ള ഫ്രൂട്ടാണെങ്കിൽ നമുക്ക് വിവിധ ഘട്ടങ്ങളിൽ കിട്ടും. ഇത് ഒരു മാസത്തിൽ പൂക്കുകയാണെങ്കിൽ ഒരു ദിവസമായിരിക്കും പൂക്കുന്നത്. അതുപോലെ ഈൽഡ് വരുന്നത് ഒരു ദിവസമാണ്. അതുകൊണ്ട് നമുക്ക് ഇത് മാർക്കറ്റിങ്ങിന് കുറച്ച് ബുദ്ധിമുട്ട് വരും. കാര്യം എല്ലാവർക്കും ഒരേപോലെ ഉണ്ടാവും. ഒരേ ദിവസമായിരിക്കും ഇത് വിളവെടുക്കുന്നതും. അത് ഭയങ്കര ക്ലൈമറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ക്ലൈമറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. സാധാരണ ഏപ്രിലിലോട്ട് ഇത് പൂവായി തുടങ്ങും. ഒരു സെപ്റ്റംബർ വരെയൊക്കെ ഉണ്ടാകും. സെപ്റ്റംബർ ഒക്ടോബർ, മാക്സിമം ഒക്ടോബർ വരെ പോകും. അതിൻ്റെ പീക്ക് ടൈം എന്ന് വെച്ചാൽ ഒരു ഓഗസ്റ്റ് സെപ്റ്റംബറാണ് അതിൻ്റെ കൂടുതൽ ഈൽഡ് കിട്ടുന്ന സമയം. എല്ലായിടത്തും ഒരേ ടൈമിൽ തന്നെയാണ് ഇതാവുന്നത്. അപ്പോൾ അതൊരു വിപണിയെ ഭയങ്കരമായിട്ട് എഫക്റ്റും ചെയ്യുന്നുണ്ട്. അപ്പോൾ ചേട്ടൻ എങ്ങനെയാണ് ഇതിന് വിപണി കണ്ടുപിടിക്കുന്നത്? ഇതിപ്പോൾ വിപണി ഓരോ വർഷവും കഴിയും തോറും നമുക്ക് വിപണി ബുദ്ധിമുട്ടായി കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പ്രൊഡക്ഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതിപ്പോൾ എല്ലാ സ്റ്റേറ്റിലും വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കേരളം, ഇപ്പം മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാട് അവിടെയൊക്കെ വന്ന് ഇതിൻ്റെ ലേബറും കുറവാണ്, പണിക്ക് ഉപയോഗിക്കുന്നത്. പക്ഷേ കേരളത്തിൽ ലേബറും കൂടുതലാണ്. ഇത് നമുക്ക് ഈ വളർന്ന ഈ മഴക്കാലത്ത് വരുമ്പോഴേക്കും കൂടുതലായിട്ട് ശാഖകൾ ഉണ്ടാകും. അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത ശാഖകളെ മുറിച്ച് മാറ്റണം. അല്ലെന്നുണ്ടെങ്കിൽ ഇത് കൂടുതൽ തിക്കായി കഴിഞ്ഞാൽ ഈ അടിയിലേക്ക് പോകുന്ന ഈ തണ്ടുകളിൽ വെയിൽ കിട്ടത്തില്ല, പിന്നെ അത് കായ്ക്കാതെ വരും. അപ്പോഴേക്കും ചെടിക്ക് ഭാരം കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് അങ്ങനെ വരുമ്പോൾ കുറേ തണ്ടുകൾ ആവശ്യമില്ലാത്ത നമ്മൾ കട്ട് ചെയ്യണം. ഇതിൻ്റെ ഈ ഫ്ലവറിങ് ടൈം കഴിയുമ്പോൾ ഈ ഒരു സെറ്റിൽ നിന്ന് നമുക്ക് എത്രത്തോളം കിട്ടും? എത്ര കിലോ? 1 കിലോ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഇത് ഒരു മൂടം നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ 4 ചെടിയാണ് ഒരു ചുവട്ടിൽ നമ്മൾ വെച്ച് പിടിപ്പിക്കുന്നത്. എന്നൊരു 20 കിലോയ്ക്ക് പുറത്തുണ്ടാവും ഒരു വർഷം ശരാശരി വരുമ്പോഴേ നോക്കുമ്പോൾ. ഈ വർഷം ചേട്ടൻ്റെ പൊതുവെ ബിസിനസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പോൾ ഇത് സ്റ്റാർട്ടിങ് ആയിട്ടുള്ളൂ. ഈ വർഷം ഇപ്പോൾ കഴിഞ്ഞ മാസം തൊട്ട് ഇതായിട്ട് നമ്മൾ ഈൽഡ് കിട്ടി തുടങ്ങിയിട്ടുള്ളൂ. നമുക്ക് ഇവിടെ വേണ്ടവർക്ക് ഇവിടെ വന്ന് മേടിക്കാൻ പറ്റുമോ? ഇവിടെ വന്ന് മേടിക്കാൻ. ഇവിടെ ഈ ഹോൾസെയിൽ കച്ചവടക്കാർ ഇവിടെ വന്നിട്ട് സാധനം വാങ്ങി പോരാറുണ്ട്. പിന്നെ അത്യാവശ്യം പരിസരവാസികളും വന്ന് വാങ്ങാറുണ്ട്. അല്ല, ഡ്രാഗൺ ഫ്രൂട്ടിന്റെ തൈ ചേട്ടൻ കൊടുക്കുന്നുണ്ടോ? തൈ ഞാനിതുവരെ കൊടുത്തു തുടങ്ങിയിട്ടില്ല. ഇവിടെ തട്ടാണല്ലോ നമ്മൾ ഫാമിംഗ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് മണ്ണൊലിപ്പിന്റെ പ്രശ്നം ഉണ്ടാവാറുണ്ടോ? ഇല്ല, മണ്ണൊലിപ്പിന്റെ പ്രശ്നം ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെ അതിൽ കാരണം ഇവിടെ നിൽക്കുന്ന വെള്ളം ഇപ്പുറത്ത് പോകാത്ത രീതിയിലാണ് നമ്മുടെ ഇടയ്ക്കൊരു ചാല് പോലെ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ വെള്ളം മഴക്കാലത്ത് ഉണ്ടാകുന്ന വെള്ളം ആ ചാലിനകത്ത് തന്നെ നിൽക്കും. ഒരു ഡ്രാഗൺ ഫ്രൂട്ട് ടു നെക്സ്റ്റ് അതിന്റെ ആ ഒരു ഗ്യാപ്പ് എത്രയാണ്? ഗ്യാപ്പ് മിനിമം ഇപ്പം ഞങ്ങൾ കൊടുത്തേക്കുന്ന 10 അടിയാണ്. 10 അടി കുറഞ്ഞു പോയെന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു 12 അടിയെങ്കിലും ആക്കിയാൽ കുറച്ചുകൂടെ നന്നായിരിക്കും. കാരണം നമുക്ക് ഇതിൻ്റെ ചെടി വലുതാകുമ്പോഴേക്കും ഇത് ഹാർവെസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ. അതുപോലെ നമ്മളിപ്പോ കോൺക്രീറ്റ് തൂണുകൾ വെച്ചിട്ടുണ്ടല്ലോ, അതിനൊരു ഹൈറ്റ് റിക്വയർമെന്റ് ഉണ്ടോ? ഹൈറ്റ് ഉണ്ട്. അതിനൊരു മിനിമം 7 അടിയെങ്കിലും ഹൈറ്റ് വേണം. അതിൽ നമ്മളൊരു 1.5 അടി മണ്ണിൽ കുഴിച്ചിടും, ബാക്കി ഭാഗമായിരിക്കും പുറത്തുണ്ടാകും. ബാക്കി 6 അടി വരുന്നത്. ഔഷധ ഗുണങ്ങളും പ്രത്യേകതകളും നിറഞ്ഞതാണ് ഡ്രാഗൺ ഫ്രൂട്ട്. ഡ്രാഗൺ ഫ്രൂട്ടിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് ശരിയാണോ? അത് ശരിയാണ്. കാരണം ഇത് ഫൈബറിൻ്റെ കണ്ടന്റ്, ആൻറ്റി ഓക്സിഡൈഡ് കൂടുതലുള്ള ഒരു ഫ്രൂട്ട്സാണ്.
ഇത് ഫൈബറിൻ്റെ കണ്ടൻറ്റ് ധാരാളം അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സാണ്. അതുപോലെ തന്നെ ഇത് ഡയബറ്റിക് അങ്ങനെയുള്ള അസുഖക്കാർക്കൊക്കെ ഇത് കഴിക്കാൻ അധികം മധുരം ഉണ്ടാവില്ല മറ്റുള്ള പഴത്തിന് പോലെ. ഇതിന് ഒരു മിനിമം ഒരു മധുരം മാത്രമേ ഉണ്ടാകൂ. ഇതിന്റെ ബൈ പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെയോ? ബൈ പ്രൊഡക്ട്സ് ഒരുപാട് ഉണ്ട്. ഇതിൽ പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. ഈ ലാർജ് സ്കെയിലിൽ ചെയ്യുന്നവർ ആ ഒരു രീതിക്ക് ചെയ്യുന്നുണ്ട്. എന്തായാലും ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറയുന്നത് നമുക്ക് വീടുകളിലും ചെയ്യാൻ പറ്റുന്ന, ഇത് നമുക്ക് ഇപ്പം നമ്മുടെ വീട്ടുമുറ്റത്ത് ഒരു ചൂട് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് വേണ്ട ഇതിൽ കിട്ടും. കുറച്ച് വെള്ളം മാത്രം മതി. അത്യാവശ്യം നമ്മളൊന്ന് കെയർ കൊടുത്താൽ മതി. ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി രീതികളൊക്കെ ഇപ്പൊ ചേട്ടൻ പറഞ്ഞു തന്നു. ഇപ്പൊ അതുപോലെ തന്നെ ഇവിടെ കാണുന്നതാണ് റംബൂട്ടാൻ കൃഷി. അപ്പൊ ഇതിന്റെ രീതികളെ പറ്റിയിട്ടൊന്ന് പറഞ്ഞുതരാമോ? ഇതിന്റെ രീതി എന്ന് പറയുമ്പോൾ ഇത് NIT എന്ന് പറയുന്ന ഒരു വെറൈറ്റി വരുന്നതാണ് ഇതെടുക്കുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന്റെ കായ വലിപ്പ കൂടുതലായിരിക്കും. അതിന്റെ ഷെല്ല് അകത്തുള്ള നല്ല ജ്യൂസിയാണ്. അതുപോലെ തന്നെ ഷെൽഫ് ലൈഫ് കൂടുതലാണ്. സാധാരണ നമുക്ക് പഴം ആയിക്കഴിഞ്ഞാൽ ഒരു 8-10 ദിവസം നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. നമ്മുടെ വ്യവസായാടിസ്ഥാനത്തിൽ ചെയ്യുമ്പോൾ NIT ആണ് എല്ലാവരും കൂടുതലായിട്ട് ചെയ്യുന്നത്. പ്രൈസ് കൂടുതലാണ്. അതാണ് എൻ്റെ 2 പ്രത്യേകത. ഒന്ന്, പഴത്തിന് ഷെൽഫ് ലൈഫ് കൂടുതലാണ്. 2, വലിപ്പം കൂടുതലുണ്ട്. പൊതുവെ നമ്മുടെ നാട്ടിൽ ഇപ്പൊ കോട്ടയം, പത്തനംതിട്ട ഭാഗത്തൊക്കെ കാണുന്നത് റംബൂട്ടാൻ അത് നാടൻ റംബൂട്ടാൻ ഇല്ല, കൂടുതലും NIT ആയിരിക്കും. NIT ആണ് ഇപ്പം നാടൻ റംബൂട്ടാൻ. അതിന് നമ്മുടെ അതിൻ്റെ ഫ്ലഷ്, അതിൻ്റെ കുരുവെന്ന് പെട്ടെന്ന് ഇളകി വരത്തില്ല. ഇതിലാണെങ്കിൽ പൂർണ്ണമായിട്ട് നമുക്ക് പെട്ടെന്ന് കഴിക്കാൻ പറ്റും. നമ്മൾ വീട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇത് വളരാൻ വേണ്ടി റിക്വയർമെന്റ്സ് എത്ര നാള് പിടിക്കും? ഇത് 1.5 വർഷം കഴിയുമ്പോഴേ തന്നെ സാധാരണ ഇത് ഫ്ലവറിങ് ചെയ്ത് തുടങ്ങാറുണ്ട്. നമ്മൾ നല്ല കെയർ ചെയ്യുകയാണെങ്കിൽ, അത്യാവശ്യം വളവും കൊടുക്കുകയാണെങ്കിൽ. വളം എന്ന് വെച്ചാൽ നമ്മൾ ഓർഗാനിക്, ഇപ്പോൾ കൂടുതൽ നമ്മൾ ഓർഗാനിക് ആയിട്ടാണ് ചെയ്യുന്നത്. അതായത് കോഴി വളവും, ചാണകപ്പൊടി, എല്ലുപൊടി, ഇങ്ങനെ വേപ്പും പിണ്ണാക്ക്, ഇതാണ് കൂടുതലായിട്ട് കൊടുക്കാറുള്ളത്. നമ്മൾ അത്യാവശ്യം നനയും കൂടെ കൊടുത്ത് വളവും ഒരു വർഷത്തിൽ ഒരു 3 പ്രാവശ്യം വളവും കൊടുത്ത് അത്യാവശ്യം നനയും കൊടുത്തു കഴിഞ്ഞാൽ ഒരു 1.5 വർഷമൊക്കെ ആകുമ്പോൾ തന്നെ ഫ്ലവറിങ് ചെയ്ത് തുടങ്ങും. പിന്നെ അതിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം കൂടുതൽ പൊങ്ങാൻ വിടരുത്. പിന്നെ ഇത് പറിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് കുറച്ചൊരു ഹൈറ്റ് കട്ട് ചെയ്ത് ഒരു 4 അടിയൊക്കെ ഹൈറ്റ് വരുമ്പോഴേക്കും അതിനെ പുഷാക്കി എടുക്കും. ഇത് റംബൂട്ടാനുള്ള പ്രത്യേകത, ഇത് നമ്മുടെ ഈ ഇന്ത്യയിൽ തന്നെ റയറായിട്ട് ഇത് എല്ലാ സംസ്ഥാനത്തും ഇത് പിടിക്കുന്നില്ല, പിടിക്കുന്നില്ല. കേരളത്തിലാണ് ഇത് കൂടുതലായിട്ട് വരുന്നത്. മണ്ണിന്റെ റിക്വയർമെന്റ്സ് ഇല്ലേ? മണ്ണ് ഡിഫറെന്റ് ടൈപ്പ് സോയിൽ വേണമെന്നില്ല? അതെ. ഏത് ടൈപ്പ് സോയിലാണ് കൂടുതൽ? ഇതിപ്പോ കേരളത്തിലെ ഈ മണ്ണിലും കാലാവസ്ഥയ്ക്കും പറ്റിയതാണ് റംബൂട്ടാൻ കൃഷി എന്ന് പറയുന്നത്. അത്യാവശ്യം വെയിലും വേണം, അതുപോലെ തന്നെ തണുപ്പും വേണം. ചേട്ടൻ ഇത് പറഞ്ഞല്ലോ ഇവിടെ റബ്ബറൊക്കെ ആയിരുന്നു നേരത്തെ, പിന്നെ അത് കഴിഞ്ഞ് ചേട്ടൻ ഇത് മാറ്റിയെടുക്കാനായിട്ട് കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല? കാരണം ഇവിടെ കണ്ടു കഴിഞ്ഞാല് ഫുള്ള് മലയും കുന്നും ചെരുവൊക്കെയാണ്. അപ്പൊ അതെങ്ങനെയാണ് ഇത് മാറ്റിയെടുത്തത്? ഇത് ചരിഞ്ഞ ഭൂമിയായിരുന്നു. അപ്പോൾ അതിനെ തട്ടുതട്ടായിട്ട് ഈ കൃഷിക്ക് പറ്റിയ വിസ്തൃതിയിൽ തട്ടുതട്ടായിട്ട് അതിനെ ഡിവൈഡ് ചെയ്താണ് എടുത്ത് ഇപ്പോൾ പ്ലാന്റ് ചെയ്തേക്കുന്നത്. എത്ര നാളെടുത്തു അത്? ഇത് ഏകദേശം ഒരു 2-3 മാസം കൊണ്ടാണ് ഇത് കംപ്ലീറ്റ് ചെയ്തെടുത്ത്. സർക്കാർ ജോലിയിലായിരുന്നല്ലോ, പിന്നെ അത് കഴിഞ്ഞ് പെട്ടെന്ന് ഒരു കൃഷി ഇതിലേക്ക് വന്നപ്പോൾ ആ ഒരു മാറ്റമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എൻ്റെ ഫാമിലിയിൽ അച്ഛൻ സർക്കാർ സർവീസിലായിരുന്നു. അപ്പം കൃഷിയും നെൽകൃഷിയും ഇതേപോലെ തെങ്ങും, അന്ന് ഈ കപ്പ ഇങ്ങനെയുള്ള കൃഷി. മുന്നേ എൻ്റെ ചെറിയ കാലത്ത് ഇവിടെ കപ്പയായിരുന്നു കൃഷി. അതിനുശേഷം റബ്ബറിലേക്ക് പോയി. അപ്പോൾ എൻ്റെ പീരീഡ് ആയപ്പോഴേക്ക് ഇത് എക്സോട്ടിക് ഫ്രൂട്ടിലേക്ക് മാറുന്നു. ചേട്ടന് ചെറുപ്പം തൊട്ട് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു? എനിക്ക് കൃഷി, നമ്മൾ ഈ കൃഷി കണ്ടു വളർന്ന ഒരു തലമുറയല്ലേ, അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനോടൊരു താല്പര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് കൃഷിയിലേക്ക്. നിലത്ത് നിന്ന് 1 അടി പൊക്കത്തിലാവുമ്പോ തന്നെ നിറയെ കായ്ക്കുന്ന ഒരു ബംഗാളി വെറൈറ്റി മാവിനെ കണ്ടാലോ? ഇത് നമ്മള് എനിക്കൊന്ന് കേറി പറിക്കേണ്ട ആവശ്യമില്ല, കാരണം മാവ് മാങ്ങാന്നൊക്കെ പറയുന്നത് കേറി പറിക്കുന്ന ഒരു 1-1.5 അടി ഹൈറ്റ് ആയപ്പോഴേ ഇത് കാഴ്ച തുടങ്ങി. ഇത് ക്യാൻഡിമാൻ എന്നുള്ള ഇനത്തിൽ വരുന്ന മാവാണ്. ക്യാൻഡിമാൻ നല്ല സ്വീറ്റാണ്. ചേട്ടാ ഇത് ചേട്ടൻ വെച്ചിട്ട് എത്ര കാലമായി? ഇതെല്ലാം 2023 വെച്ചത്. 3 വർഷം. എപ്പോഴാ കാഴ്ച തുടങ്ങിയത്? 2 വർഷം. ഇത് 1 വർഷം കഴിഞ്ഞപ്പോഴേ മാവ് ഫ്ലവറിങ് ആയിട്ടുണ്ട്. കണ്ടാൽ തന്നെ കൗതുകം തോന്നുന്ന, നിലത്ത് തന്നെ നിറച്ച് കായ്ച്ചിരിക്കുന്ന ഒരു തെങ്ങ് കണ്ടാലോ?
തെങ്ങിന്റെ വെറൈറ്റി ഏതാണ്? ഇത് ഗംഗാ ബോണ്ട എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. ഇത് മറ്റേ നല്ലൊരു 2-3 വർഷത്തിനകം തന്നെ കഴിച്ചു. ചേട്ടാ ഇനിയിപ്പം ഇത് എന്തെങ്കിലും വളം പ്രത്യേകിച്ച് എന്തെങ്കിലും ആവശ്യമുണ്ടോ? പ്രത്യേകിച്ച് നമ്മുടെ സാധാരണ തെങ്ങിന് കൊടുക്കുന്ന വെള്ളം തന്നെയാണ്. ഈ ചാണകം, കോഴിവളം ഇങ്ങനെയുള്ളതെന്ന്, എല്ലുപൊടി, അല്ലാതെ അത്യാവശ്യം ഈ തെങ്ങിന് വേണ്ട മിക്സർ ഇതെല്ലാം കൊടുക്കാറുണ്ട്. 3 വർഷമായിട്ട് ഇപ്പൊ 3 വർഷമായപ്പോ തന്നെ ഇത് ചേട്ടാ ഇപ്പൊ താഴത്ത് തട്ടുമല്ലോ, അപ്പൊ അതിനാണ് കല്ലൊക്കെ വെച്ച് കൊടുത്തിരിക്കുന്നത്, നിലത്ത് ഇടിക്കാണ്ടിരിക്കാൻ വേണ്ടി. ഇതിന്റെ ഒരു എത്ര വർഷം വരെ ഇത് കായ്ക്കും? ഇതൊരു 15-20 വർഷം വരെ ഈൽഡ് കിട്ടുമെന്നാണ് പറയുന്നത്. അത്യാവശ്യം എന്തെന്നാലും നമുക്ക് പെട്ടെന്ന് ഇതിൽ കാഫലം ഉണ്ടാവും. അതാണ് ഇതിന്റെ 3 വർഷം. പിന്നെ ഇത് ഒരു 5-8 വർഷം നമുക്ക് നിലത്ത് നിന്ന് തന്നെ പറിച്ചെടുക്കാനും പറ്റും. അപ്പോൾ ഇവിടെ ആണെങ്കിൽ 2-3 വെറൈറ്റി ഓറഞ്ച് ആണ് കാണുന്നത്. അപ്പോൾ ഇത് ഏത് വെറൈറ്റിയാണ്? ഇത് N99 എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. നമ്മുടെ സാധാ നമ്മുടെ ഹോട്ട് ക്ലൈമറ്റിലേക്കുള്ള വെറൈറ്റിയാണ്. ഹോട്ട് ക്ലൈമറ്റിന് വേണ്ടി ചെയ്തിട്ടുള്ള ഒരു വെറൈറ്റി. ഈ ഹോട്ട് ക്ലൈമറ്റിന് വേണ്ടി ചെയ്ത വെറൈറ്റീസ് ആണോ ഇവിടെ മൊത്തം? അതാണ് കൂടുതൽ. അതുകൊണ്ടാണ് നമ്മുടെ ഈ കാലാവസ്ഥയിൽ കായ്ക്കുന്നത്. അല്ലെങ്കിൽ ഇത് ഹൈ റേഞ്ചിൽ കൂടുതലായിട്ട് കായ പിടിക്കത്തില്ല. ഇത് സ്വീറ്റ് ആണോ? സ്വീറ്റാണ്. ഇതിപ്പോ നട്ട് മൂന്നാമത്തെ വർഷമാണ്. ഇത് വെറും ഒരു ഫാം ഹൗസ് അല്ല, ഫാം ടൂറിസവും കൂടി ലക്ഷ്യമിട്ടാണ് ഇവിടെ കൃഷിയിടങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. കൃഷി കാഴ്ചകൾ കാണാൻ വരുന്നവർക്ക് ഹോം സ്റ്റേ ഒരുക്കിയിരിക്കുന്നതും ഇവിടെ തന്നെയാണ്. നമുക്കെന്നാ ഹോം സ്റ്റേ ഒന്ന് കണ്ടാലോ? ചേട്ടന്റെ റിട്ടയർമെന്റ് ലൈഫ് ഒക്കെ ഇപ്പൊ ഇവിടെ ആസ്വദിച്ചോണ്ടിരിക്കുകയാണ്. റിട്ടയർമെന്റ് ലൈഫ് നല്ല രീതിക്ക് ആസ്വദിക്കുകയാണ്. ഫാമിലിയും കാര്യങ്ങളൊക്കെ ഇവിടെ വരാറുണ്ട്? ഫാമിലി വരാറുണ്ട്. ഭാര്യയും മക്കളും എല്ലാം ഇതില് ഭാഗമാണ്. അവരുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് ഉണ്ട്. ചേട്ടാ ഇപ്പം ഈ ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, അതായത് ഫാം ടൂറിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, ഇതിന് എത്രത്തോളം സ്കോപ്പ് ഉണ്ട്? ഫാം ടൂറിസത്തിന് അത്യാവശ്യം സ്കോപ്പുള്ളൊരു, കാരണം ഇപ്പോഴത്തെ നമ്മുടെ ലൈഫ് എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ എല്ലാവരും ഈ ടെൻഷൻ പിടിച്ചൊരു ലൈഫാണ്. ഫുള്ളി ആർക്കും സമയമില്ല. അപ്പോൾ നമുക്ക് അതിൽ നിന്നൊക്കെ ഒരു ദിവസം ഒന്ന് മാറി നിന്ന് റിലാക്സ് ചെയ്യണമെങ്കിൽ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ടെൻഷൻ ഒന്ന് റിലാക്സ് ചെയ്ത് പോകാൻ പറ്റും. ഒത്തുചേർന്ന് അത്യാവശ്യം നമുക്ക് കുക്ക് ചെയ്യുകയോ ഒന്ന് പുറത്തിരുന്ന് സംസാരിക്കാനും ശുദ്ധവായു ശ്വസിക്കാനും എല്ലാം ഇതുപോലുള്ള സ്ഥലങ്ങൾ. കാരണം ഇപ്പം നമ്മുടെ സിറ്റിയിൽ അടുത്തടുത്ത വീടുകളായിരിക്കും. ഒന്ന് കളിക്കാനോ ചിരിക്കാനോ ഒക്കെ സൗകര്യക്കുറവുകളുണ്ടാവുക. അങ്ങനെയുള്ളവർക്കൊക്കെ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വന്നു കഴിഞ്ഞാൽ നല്ല രീതിക്ക് ഒന്ന് സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. നമുക്ക് സർക്കാർ ടൂറിസം ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നമുക്ക് എന്തൊക്കെ സപ്പോർട്ടാണ് ഇപ്പൊ കിട്ടുക? സർക്കാർ ഇപ്പോൾ ഈ ടൂറിസം സർക്കാർ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്ന ഒന്നാണ്. കാര്യം നമ്മുടെ സ്റ്റേറ്റിന് വരുമാനം ഉണ്ടാക്കുന്ന ഒരു ഇതായിട്ടാണ് ടൂറിസത്തിനെ ഇപ്പോൾ അവർ വളർത്തിക്കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ഈ ചെയ്തേക്കുന്ന ഹോം സ്റ്റേ ഞാൻ ടൂറിസം ഡിപ്പാർട്ട്മെന്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അവർ നമുക്ക് അതിൻ്റെ ഒരു അപ്രൂവലും തന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ ചോദിക്കുന്നത്, ഇപ്പം ഒരു ഓൺട്രപ്രനേഴ്സ് അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഇതുപോലെ ഫാം ടൂറിസം ബിസിനസ് തുടങ്ങാമല്ലോ, അപ്പോൾ അതിനെന്തെങ്കിലും സപ്പോർട്ട് എക്സ്ട്രാ കിട്ടും, അങ്ങനെ എന്തെങ്കിലും ചേട്ടൻ അറിയോ? ഇപ്പോൾ ഈ ഹോം സ്റ്റേക്കൊക്കെ മുദ്ര ലോണിൻ്റെ ഇതിൽ കേന്ദ്ര ഗവൺമെൻറ് അംഗീകാരം കൊടുത്തിട്ടുണ്ടെന്ന് കഴിഞ്ഞ വർഷം ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പോൾ അതുവഴി നമുക്ക് ഇത് ബാങ്കിൽ സമീപിച്ചു കഴിഞ്ഞാൽ ഈ മുദ്ര ലോണിൻ്റെ ഇതിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. ചേട്ടാ ഇതുപോലൊരു സംരംഭം തുടങ്ങാനായിട്ട് താല്പര്യമുള്ള ഒട്ടേറെ പേര് നമ്മളിത് കാണുന്നുണ്ട്. അപ്പോൾ അവരോട് ചേട്ടൻ എന്താണ് പറയാനുള്ളത്? അവരോട് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇത് ഒരു നല്ലൊരു ഐഡിയ ആണ് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ വിജയം എന്ന് പറയുന്നത് നമ്മുടെ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിക്ക് അനുസരിച്ചിരിക്കും. നമ്മൾ എത്രത്തോളം ഇതിൽ അർപ്പണ മനോഭാവം കാണിക്കുമോ അത്രയും നമുക്ക് റിട്ടേൺ കിട്ടും. ക്ഷമയും കാര്യങ്ങളും. കാരണം ഇത് നമ്മളൊരു ഹൈപ്പർ മാർക്കറ്റ് പോലെ അല്ലെങ്കിൽ വേറെ ഒരു ഷോപ്പ് പോലെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതല്ല. ഇത് കാരണം വർഷങ്ങളെടുത്ത് നമുക്ക് ചെയ്യാനേ പറ്റത്തുള്ളൂ. തുടങ്ങാൻ പറ്റത്തില്ല. കാരണം അതിലേക്കുള്ള നമ്മൾ ആ ഒരു ആംബിയൻസ് ആദ്യം വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇത് സക്സസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഉപയോഗശൂന്യമായിട്ട് കിടക്കുന്ന ഭൂമിയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ചെയ്യാം. ഇത് ചെയ്യാം. അതിൻ്റെ ആദ്യം നമ്മൾ ഒരു പ്ലാനിങ് വേണം. ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇവിടെ ഏത് രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകണം, എന്ത് ചെയ്യണം, പിന്നെ ഇത് ചെയ്യുന്നതിൻ്റെ മാർക്കറ്റ് കണ്ടെത്തണം. നമുക്ക് ഏത് സാധനവും അത് ഉൽപ്പാദിപ്പിക്കാം, പക്ഷെ അത് മാർക്കറ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ നമുക്ക് അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകും.
ആദ്യം നമ്മൾ വേണ്ടത് ഒരു സാധനം ഒരു ഇതിലേക്ക് ഇറങ്ങുന്നുമ്പോൾ ആദ്യം അതിൻ്റെ മാർക്കറ്റ് കണ്ടത് വിപണിയാണ് നമുക്ക് ആവശ്യം. പ്രൊഡക്ഷൻ നമുക്ക് എത്ര വേണം ഉണ്ടാക്കാൻ പറ്റും, പക്ഷെ വിപണി കണ്ടെത്തിയില്ലെങ്കിൽ നമ്മൾ ഈ പ്രൊഡക്ഷൻ കൊണ്ട് പ്രയോജനം ഉണ്ടാകും. അത് വിപണിക്ക് അനുസരിച്ചിട്ട് നമ്മൾ ഉള്ള സാധനം എന്താണോ ആവശ്യക്കാർ കൂടുതലുള്ളത് അതെന്തെന്ന് കണ്ടെത്തി നമ്മൾ ട്രെൻഡ് അനുസരിച്ച് ചെയ്യുക. ഒരുപാട് നന്ദിയുണ്ട് നമുക്ക് ഇതുപോലെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്ന്. അതുപോലെ നമ്മളുടെ പ്രേക്ഷകർക്കും ഇതൊരു പുതിയൊരു കാര്യമാണ്, വ്യത്യസ്തമായൊരു കാര്യമാണ്. ഒരു ഹോം സ്റ്റേ, അതുപോലെ സ്റ്റേ ടൂറിസം, ഫാം ടൂറിസം എന്നുള്ളൊരു കോൺസെപ്റ്റ്. അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് സമയം ചെലവഴിച്ച് ഒരുപാട് താങ്ക്സ്. ഓക്കെ. വ്യത്യസ്തമായ കൃഷി രീതികളെപ്പറ്റി അറിയാനും പഠിക്കാനും താല്പര്യമുള്ളവർക്ക് ഇവിടേക്ക് വരാം. ഇതുപോലുള്ള ഫാം ഹൗസുകൾ കൃഷിയും ടൂറിസത്തെയും മുന്നോട്ട് നയിക്കുന്നു. നാട്ടുവരമ്പിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുന്നു. മറ്റൊരു കാർഷിക വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്തേ.